ബൈബിൾ നൃത്ത നാടകം ദേവനാദം. നമുക്കും നമ്മുടെ സിംഹാസനത്തിനും ഒന്നും സംഭവിക്കുകയില്ല. അതാണ് ഈ യൂദയ രാജ്യത്തിന്റെ രാജാവ്. ഈ രാജ്യത്തെ രാജാവായ നമ്മെ വേണം ഇവിടത്തെ കഴുതകളായ ജനങ്ങൾ അനുസരിക്കാൻ, ആരാധിക്കാൻ. നമ്മെ ഭരിക്കാൻ മറ്റൊരു രാജാവുമില്ല, മറ്റൊരു ദൈവവുമില്ല. അതിന് ഈ ഹെരോദേസ് അനുവദിക്കുകയുമില്ല. ആരെവിടെ? ആകെ അസ്വസ്ഥനാണ്. നമ്മുടെ അസ്വസ്ഥത അകറ്റുവാനുള്ള ഔഷധം കൊണ്ടുവരൂ. മകനെ, നിനക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ അതീവ ദുഃഖിതയാണ്. എന്താണ് നിന്നെ അലട്ടുന്ന ചിന്തകൾ? അറിയില്ലേ, ഇക്കണ്ട കാലം അത്രയും നമ്മുടെ ഉപ്പും ചോറും തിന്ന് നമ്മെ അനുസരിച്ചു കഴിഞ്ഞ രാജഗുരുവിന്റെ പുതിയ വെളിപാട്. രക്ഷകൻ പിറക്കും പോലും രക്ഷകൻ, അതും ഈ യൂദയായി. രാജഗുരുവിന്റെ വാക്കുകൾ ഇതുവരെ പാഴായിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ. അദ്ദേഹം ദിവ്യ ദൃഷ്ടിയുള്ള ഒരു വലിയ മനുഷ്യനാണ്. മാത്രമല്ല, നിന്നെ ഇക്കാര്യം എങ്ങനെ അറിയിക്കും എന്നറിയാതെ ഞാനും വിഷമിക്കുകയായിരുന്നു. ഓഹോ, അപ്പോ അമ്മയും ആ മണ്ടൻ രാജഗുരുവിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണോ? രാജഗുരുവിന്റെ വാക്കുകളല്ല, മറിച്ച് ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നം, അത് ഞാൻ വിശ്വസിക്കുന്നു. ഓഹോ, അപ്പോ അമ്മ മഹാറാണി സ്വപ്നങ്ങളാണ് തുടങ്ങിയോ? എങ്കിൽ നാം ഒന്ന് കേൾക്കട്ടെ ആ സ്വപ്നം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു ദിവ്യ പ്രകാശം. ആ പ്രകാശത്തിൽ ഒരമ്മയും കുഞ്ഞും. അവന്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ തിളക്കമുണ്ടായിരുന്നു. ഈ ലോകത്തെ സമസ്ത സൗന്ദര്യവും ഒളിപ്പിച്ചു വെച്ച് ചുവന്ന തുടുത്ത കവിളുകൾ, വെൺമേഘം കണക്കെ ശോഭയുള്ള ഇടതൂർന്ന മുടി. അവന്റെ കൈകളിൽ ഒരു കളിപ്പാട്ടം പോലെ തിരിയുന്ന ഈ ലോകം. അപ്പോൾ ഇടിമുഴക്കം പോലുള്ള ഒരശരീരി ഞാൻ കേട്ടു. ഞാനാണ് പിറക്കാനിരിക്കുന്ന രക്ഷകൻ. ഇതിലൂടെ അല്ലാതെ ആർക്കും രക്ഷയില്ല എന്ന്. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന എനിക്ക് ഇന്ന് വരെ ലഭിക്കാത്ത ഒരു ശാന്തിയും സമാധാനവും ലഭിച്ചു. വരുവാനിരിക്കുന്ന ആ രക്ഷകനെ ഞാനും വിശ്വസിക്കുന്നു. നീയും ആ രക്ഷകനെ വിശ്വസിക്കണം, അല്ലേ? നാം കാലഗ്രഹത്തിലടച്ച ആ രാജഗുരുവിന്റെ ഗതി അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഇനിയും ഇത്തരം വിട്ടുചിറങ്ങൾ പുറംപാതിരിക്കുക. ഏത് രക്ഷകനായാലും തക്ഷകനായാലും നമ്മുടെ മുന്നിൽ അവൻ വെറും ഒരു കീടം. അവനെ ഇല്ലാതാക്കാൻ നമ്മുടെ 10,000 പടയാളികളിൽ വെറും ഒരു പടയാളിയുടെ ഇത്തിരി പോന്ന ഒരു കുന്തമുന ധാരാളം മതിയാകും. എന്താ അമ്മ മഹാറാണി ഭയന്നു പോയോ? ഭയക്കണം. നമ്മെ ഭയക്കാത്തവരായി ഈ യൂദയായിൽ ആരും കാണരുത്. ഈ ലൗകിക സുഖങ്ങൾക്കപ്പുറം മറ്റൊരു ലോകമുണ്ട്. ഒരു മരണാനന്തര ലോകം. അവിടെയാണ്
അവരാണ് യഥാർത്ഥ. നിർത്തു. നാം ഇതുവരെ അനുഭവിച്ച, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങൾ വിട്ടെറിഞ്ഞ് മരണശേഷമുള്ള മറ്റൊരു സുഖത്തിന് വേണ്ടി കാത്തിരിക്കണമല്ലേ? നമ്മുടെ പണം, പദവി, അധികാരം, രാജകീയ സുഖങ്ങൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഈ രാജ്യത്തെ എലികളെ പോലെ കഴിയുന്ന വെറും ഒരു സാധാരണ പ്രജയായി നാം കഴിയണമല്ലേ? അങ്ങനെയാണോ അമ്മ പറഞ്ഞു വരുന്നത്? ജനങ്ങൾ നിന്റെ ഏകാധിപത്യത്തിനെതിരെ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഇതേ എലികളുടെ മാളത്തിൽ തന്നെയാവും നമ്മുടെ അന്ത്യവും. ഇല്ല, ഹെറോദേസ് ഒന്നിനെയും ഭയക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം ഈ യൂദയായുടെ രാജപദവി അലങ്കരിക്കുന്നത്. അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണഞ്ഞവർ അത് വിട്ടുകളഞ്ഞതായി അമ്മ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഈ ലോകത്തെ സുഖങ്ങൾ മതി എനിക്ക്. അധികാരമില്ലാത്തവൻ വെറും പിഴമാണ്. അധികാരമുണ്ടെങ്കിൽ മറ്റെല്ലാം താനെ വരും. എനിക്കെതിരെ ശബ്ദിക്കുന്നവരെ, എന്നെ വിമർശിക്കുന്നവരെ, എന്റെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കാൻ എനിക്ക് അധികാരം വേണം. അധികാരത്തിന് വേണ്ടി നാം എന്തും ചെയ്യും. അത് നഷ്ടപ്പെടുമെന്ന് വന്നാൽ അതിന് കാരണക്കാരാകുന്നവർ ആരായാലും, അത് അമ്മ മൂലമാണെങ്കിൽ പോലും ഇല്ലാതാക്കാൻ ഈ ഹെറോദേസ് മടിക്കില്ല. മറ്റാരെക്കാളും നന്നായി എനിക്കതറിയാം മകനെ. ഈ അധികാര കൊതിയാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. യഹോവയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഈ യൂദയായിൽ അതുണ്ടാകും. ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളം. നിരക്ഷരരായവരെ, നിർധനരായവരെ, നിരായുധരായവരെ അടിച്ചമർത്തി അവരെ ചൂഷണം ചെയ്ത് സുഖജീവിതം നയിക്കുക എന്ന അധികാരവർഗത്തിന്റെ അടിസ്ഥാന തത്വം അത് ഈ ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അതൊരിക്കലും മാറ്റാനാവില്ല. മാറ്റാൻ ഞാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. അധികാരം അതെനിക്കൊരു ലഹരിയാണ്. പഴകം തോറും വീര്യം കൂടുന്ന നല്ല ഒന്നാം തരം വീഞ്ഞു പോലെ. അമ്മ മഹാറാണിക്ക് മടങ്ങിപ്പോകാം. ആരെവിടെ? ആ പമ്പര വിഡ്ഢിയായ രാജഗുരുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരൂ. നമ്മുടെ കൊട്ടാരത്തിലെ രാജകീയ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് രാജഗുരു എന്ന മഹനീയ പദവി അലങ്കരിച്ചു വാണിരുന്ന ഒരു രാജഗുരുവിന്റെ ഈ ദയനീയ അവസ്ഥയിൽ നാം ഖേദിക്കുന്നു. പക്ഷേ ഇന്നത്തെ എന്റെ അവസ്ഥയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇനിയും നാം നിങ്ങൾക്ക് അവസരം തരുന്നു. വരുവാനിരിക്കുന്ന ഏതോ ഒരുവന്റെ പേരുച്ചരിക്കാതെ ഇത്രയും കാലം നമ്മെ അനുസരിച്ച് നമ്മുടെ തിരുമൊഴിക്ക് എതിർമൊഴി പറയാതെ കഴിഞ്ഞതുപോലെ കഴിഞ്ഞാൽ ഇനിയുള്ള കാലം മുഴുവൻ പഴയ പ്രതാപത്തോടെ എന്നോടൊപ്പം നിങ്ങൾക്ക് കഴിയാം. നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളോടൊത്ത് നിന്നത്. സത്യത്തിന് എന്നും കാരാഗ്രഹവാസം, അതാണ് ലോകതത്വം. അപ്പോൾ എന്റേതായ സത്യങ്ങളുമായി കാരാഗ്രഹത്തിൽ കഴിയുന്നതാണ് വിഡ്ഢിയായ ഒരു രാജാവിനൊപ്പം രാജകൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കഴിയുന്നതിനേക്കാൾ എനിക്ക് അഭികാമ്യം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ രക്ഷകനിൽ വിശ്വസിക്കുന്നു എന്ന് ചുരുക്കം. അതെ, ആ ലോകൈക രാജന്റെ, രാജാതിരാജന്റെ തിരുസന്നിധിയിൽ അവനെ അനുസരിച്ച് ഇനിയുള്ള കാലം നാം കഴിയും. അവൻ തിന്മയെ വെല്ലും. അവനിലൂടെയല്ലാതെ ഈ ലോകത്തിന് രക്ഷയില്ല. തിന്മയിൽ മുങ്ങിയിരിക്കുന്ന ഈ ലോകത്തിൽ അവന്റെ കോപം 1000 ഇരട്ടിയായി അവൻ പ്രയോഗിക്കും. എന്തിനേയും ജയിക്കാൻ ഈ ഹെറോദേസിന്റെ ഇച്ഛാശക്തി അതൊന്നു മാത്രം മതിയാകും. തിന്മയുടെ കാവൽക്കാർക്ക് ഒന്നിനെയും ജയിക്കാനാകില്ല രാജൻ. അവൻ വരുവാനുള്ള സമയമായി. ഈ രാത്രിയിൽ അവൻ ഈ ഭൂമിയിൽ അവതരിക്കും. സകലത്തിന്റെയും നാഥനായ അവനെ തോൽപ്പിക്കാൻ നിങ്ങളുടെ എച്ചിൽ കഷ്ണങ്ങൾ ഭക്ഷിക്കുന്ന ഈ പടയാളികൾക്ക് ആകില്ല മഹാരാജൻ. നമ്മെ അക്ഷരം പഠിപ്പിച്ച രാജഗുരു
കൊല്ലൂ എന്ന ഒരൊറ്റ സൗജന്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ കഴുത്തിൽ ഈ മണ്ടൻ തലയിരിക്കുന്നത്. ഇനിയും നിങ്ങൾ വാതുറന്നാൽ ഒരുപക്ഷെ ആ തല അവിടെ കണ്ടെന്ന് വരില്ല. തല പോയാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ആരെവിടെ ഈ അധിക പ്രസംഗിയെ മുക്കാലിയിൽ കെട്ടിയടിച്ച് കൽത്തുറിങ്കി അടയ്ക്കൂ. ഇനി ഒരു സൂര്യോദയം കാണാൻ ഇവൻ ഇടവരരുത്. നിങ്ങൾ എനിക്ക് വിധിച്ചിരിക്കുന്ന ഈ കാലഗ്രഹത്തെക്കാൾ 1000 ഇരട്ടി ഭീകരമായിരിക്കും നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നരകാഗ്നി. വാളെടുക്കുന്നവൻ വാളാൻ, അതാണ് അവന്റെ നീതി. കൊണ്ടുപോകൂ ഈ ധിക്കാരിയെ. ആരവിടെ? കലുഷിതമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ ഇത് മാത്രം പോരാ. കൊട്ടാരം നർത്തകികളെ വിളിക്കൂ. ആട്ടവും പാട്ടും തുടങ്ങട്ടെ.